നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം 39 സർഗ 29 സർഗം ആരംഭിക്കുന്നു. 28 സർഗത്തിൽ ഖരനും രാമനും തമ്മിലുള്ള ഭയങ്കരമായ യുദ്ധത്തെപ്പറ്റിയാണ് വിവരിച്ചുകൊണ്ടിരുന്നത്. ഖരൻ അനേകായിരം അമ്പുകളെയ്ത് ആ ദിക്കുകളെല്ലാം നിറച്ചു. രാമൻ്റെയും ഖരൻ്റെയും അമ്പുകൾ കൊണ്ട് അവിടമെല്ലാം നിറഞ്ഞു എന്ന് വർണ്ണിക്കുന്നു. അങ്ങനെ രാമൻ്റെ നേർക്ക് അനേകായിരം ബാണങ്ങൾ ഖരൻ എയ്തപ്പോൾ രാമൻ 13 നാരാജങ്ങൾ ഖരനെ വധിക്കാൻ നിശ്ചയിച്ചുകൊണ്ട് കയ്യിലെടുത്ത് എയ്യാൻ തുടങ്ങി. ഒന്ന് രഥത്തിൻ്റെ തണ്ടിലേക്ക് 4 കുതിരകളിലേക്കും എയ്ത് അവയെ വീഴ്ത്തി. 6ാമത്തേത് ഖരൻ്റെ സാരഥിയുടെ തല ഛേദിച്ചു കളഞ്ഞു. 3 ബാണങ്ങൾ നുകത്തിനെ തകർക്കാനും 2 അച്യുതൻ ഒടിക്കാനും 12ാമത്തേത് ഖരൻ്റെ വില്ലൊടിക്കാനുമായി രാമൻ എയ്ത് വിട്ടു. 13ാമത്തേത് ഖരൻ്റെ നേരെ എയ്ത് രാമൻ അവൻ്റെ ശരീരം പിളർന്നു. അങ്ങനെ വില്ലൊടിഞ്ഞ് രഥം തകർന്ന് സാരഥിയും വധിക്കപ്പെട്ട് ഖരൻ ഭൂമിയിലേക്ക് ചാടി നിന്നു. ഈ സമയത്ത് മഹാരഥനായ രാമൻ്റെ പ്രവൃത്തി കണ്ട് ദേവന്മാരും മഹർഷിമാരും ആകാശത്തിൽ നിറഞ്ഞു നിന്നിരിക്കുന്നവരെല്ലാവരും ആനന്ദിച്ച് കൈകൾ കൂപ്പി അദ്ദേഹത്തെ വാഴ്ത്തി. ഇനി 29 സർഗത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. ശ്ലോകം 1. ഖരം തു വിരഥം രാമോ ഗദാപാണിമവസ്ഥിതം ഋതുപൂർവം മഹാതേജാഹ പരുഷം വാക്യമബ്രവീത്. തേരിൽ നിന്നിറങ്ങി ഗദാപാണിയായി നിൽക്കുന്ന ഖരനോട് മഹാതേജസ്വിയായ രാമൻ ഒട്ടൊന്ന് മയത്തിലാണെങ്കിലും കടുപ്പപ്പെട്ട വാക്കുകൾ പറഞ്ഞു. ശ്ലോകം 2. ഗജാശ്വ രഥസമ്പാധേ ബലേ മഹതി തിഷ്ഠതാഹ കൃതം തേ ദാരുണം കർമ്മ സർവലോക ജുഗുപ്സിതം. ഗജം, അശ്വം, രഥം എന്നിവ നിറഞ്ഞ വലിയ സൈന്യത്തിൻ്റെ ശക്തിയോടെ നീ ലോകം മുഴുവൻ വെറുക്കുന്ന തരത്തിലുള്ള ക്രൂരകർമ്മങ്ങൾ ചെയ്തു പോന്നു. ശ്ലോകം 3. ഉദ്വേജനീയോ ഭൂതാനാം നൃശംസാപാപകർമ്മകൃത് ത്രയാണാമപി ലോകാനാം ഈശ്വരോപി ന തിഷ്ഠതി. സമസ്ത ജീവജാലങ്ങൾക്കും ഉപദ്രവമുണ്ടാക്കുന്ന ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവൻ 3 ലോകങ്ങൾക്കും അധിപനായാലും നിലനിൽക്കുകയില്ല. ശ്ലോകം 4. കർമ്മ ലോകവിരുദ്ധം തു കുർവാണം ക്ഷണദാചര തീക്ഷ്ണം സർവജനോഹന്തി സർപ്പം ദുഷ്ടം ഇവാഗതം. രാത്രിഞ്ചര ലോകവിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നവനെ സർവജനങ്ങളും ദുഷ്ടസർപ്പത്തെ എന്ന പോലെ വകവരുത്തും. ശ്ലോകം 5. ലോഭാത് പാപാനി കുർവാണ കാമാത് വായോ ന ബുദ്ധ്യതേ ഹുഷ്ഹൃഷ്ട പശ്യതി തസ്യാന്തം ബ്രാഹ്മണി കരകാദിവ. ലോഭത്താലോ കാമത്താലോ പാപങ്ങൾ ചെയ്തുകൊണ്ട് തിരിച്ചറിവില്ലാതെ മതം പൂണ്ടിരിക്കുന്നവൻ അരണ ആലിപ്പഴം തിന്നാലെന്ന പോലെ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു.
5 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ഏകോനത്രിംശ സർഗ 29-ാം സർഗത്തിൽ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.